അവർക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചാള കൊണ്ട് അച്ചാറിടല്. ചാള ഇപ്പം ചാളക്ക് ഇപ്പം നേരത്തെ 50 രൂപയായിരുന്നു, ഇപ്പം 100 രൂപയായി. ചെറിയ ചാള ഞാൻ കുറച്ചത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ചാറിടുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് വെക്കും, അരിഞ്ഞിട്ടാണ് ഇടുന്നത്. ചിലർ കുഞ്ഞിച്ചാള ആയിരുന്നു അങ്ങനെ തന്നെ ഇങ്ങനെയും അച്ചാറിടാം, ഇങ്ങനെ തന്നെ എടുത്ത് അച്ചാറിടാം. ഞാൻ പക്ഷെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂട്ടി, കുരുമുളക് പൊടി എല്ലാം കൂട്ടി അങ്ങോട്ട് അരപ്പ് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വറുത്ത് പോരാം. കുറച്ച് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പപ്പായ അച്ചാർ ഇട്ടിട്ടുണ്ടായി, കപ്പങ്ങ. നിങ്ങൾക്ക് അവിടെ എന്തിട്ടാണ്? ഗോവയ്ക്ക് എന്നിട്ടാ പറഞ്ഞേ, എന്നിട്ടാണ് പറയണേ? ഓമയ്ക്ക. ഓമയ്ക്ക. ഞാനിവിടെ കപ്പങ്ങ എന്നാണ് പറയണേ. അത് ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അച്ചാറിട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു ദിവസം പോലും ഇരുന്നില്ല, അതിക്കുള്ളിൽ തീർന്നു. അടിപൊളിയാണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തെങ്കിലും അച്ചാറുണ്ടെങ്കിൽ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ഒരു സുഖമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചാള അച്ചാറിടാന്ന് ഓർത്തു. മീൻ, എല്ലാ മീനും നമുക്ക് അച്ചാറിടാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഒരു മീൻ തന്നെ അച്ചാറിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മാങ്ങയാണ് ഇടണേ, നാരങ്ങയാണ് ഇടണേ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് പച്ചക്കറിയും കൊണ്ട് അച്ചാറിടാം. നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം കേട്ടോ. അച്ചാറിടുന്നുണ്ട്. നെയ്യുള്ള ചാളയാണ്. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കഴുകി ഓൾറെഡി ഞാൻ 1 പ്രാവശ്യം കഴുകിയിട്ടാണ് അരിയാൻ എടുത്തത്. എന്നാലും എന്നിട്ട് വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷോടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇടേണ്ട കാര്യങ്ങൾ വെട്ടം കാണില്ല അല്ലേ? ഇത് നേരാക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. വറക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഇടും? മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് എരിവും പുളിയും ഏതൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടി. കുരുമുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതൊന്നങ്ങോട്ട് നമ്മുടെ ചാളേനെ അങ്ങോട്ട് പെരട്ടി നല്ല സെറ്റാക്കി വെക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചാളയുടെ ആ ഒരു വെള്ളമയം ഉണ്ടാവുമല്ലോ, അത് മാത്രം മതി. അല്ലാതെ വെള്ളം അധികം ചേർത്തിട്ട് അങ്ങനെ പെരട്ടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ കഴുകിയാലും മീനിൻ്റെ ഇതുമ്പോൾ വെള്ളാംശം ഉണ്ടാവും. അപ്പോൾ മീൻ പെരട്ടുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്, അപ്പോൾ ടേസ്റ്റ് പോവും. അരപ്പ് എപ്പോഴും അരപ്പ് കൂട്ടിയിട്ട് ചെയ്യാതെ മീനിൽ തന്നെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളാംശം ഉണ്ടാവും. കണ്ടോ? അപ്പോൾ അതെ ഈ ഒരു ഭാഗമായി. ഇനി ഇതൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുക്കാം. കാണിച്ചു തരാം. പച്ചമുളക് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് വേറൊന്നുമല്ല, വെളുത്തുള്ളിയുടെ തൊണ്ട് വേഗം പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം പോകും. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല,
ഞാനിപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല വലിയ പച്ചമുളകുമാണ്, നല്ല എരിവുണ്ട്. അപ്പം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കും. നൈസായിട്ടുണ്ട് ഞാൻ അരിയണേ. എനിക്കതാ ഇഷ്ടം, അതുകൊണ്ടാണ്. എല്ലാം നന്നാക്കിയിട്ട് അരിയുന്നത് എനിക്കിഷ്ടമല്ല. ഓരോന്നും അങ്ങോട്ട് വേഗം കൈയോടെ അങ്ങോട്ട് പലരും പല രീതിയിലായിക്കോട്ടെ അച്ചാറിടണേ. പല രീതിയിലും പല നാട്ടിലും പ്രത്യേക തരവും അച്ചാർ. ഞങ്ങളുടെ തത്തമ്മ കിടന്ന് അടുക്കളയിൽ സൗണ്ട് കേട്ടാൽ മതി, തത്തമ്മ കിടന്ന് നാക്കൊളിക്കും. ഇതങ്ങാട് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുക്കട്ടെ. ഞാൻ ഇത്രയും എടുക്കണുള്ളൂ കേട്ടോ. ഇഞ്ചിക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്, അതുകൊണ്ടാണ്. ഇഞ്ചിയൊക്കെ കുറച്ച് മതി, ഒക്കെ ചെറിയൊരു അച്ചാറല്ലേ. എല്ലാത്തിനും നല്ല വില കൂടും, ഇനിയും വില കൂടാനാ ചാൻസ്. തമിഴ്നാടും ഒക്കെ വെള്ളത്തിലൊക്കെ ആയതുകൊണ്ട് കൃഷി എല്ലായിടത്തും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വയം നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ തിന്നണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി കുരുന്ന് അരിയണം കേട്ടോ. വീഡിയോ ഒക്കെ പിടിച്ചു തരാൻ ആരുമില്ലാത്ത നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പനിയൻ കൊണ്ട് പിടിപ്പിച്ചേക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സ്വയം ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം എനിക്കത് ഇത് എല്ലാം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാനോ ഒന്നും മര്യാദക്ക് പറ്റണില്ല. അപ്പം ഞാൻ അനിയനെ പിടിച്ചെടുത്തേക്ക് കേട്ടോ. അധികം മരിപ്പും വേണ്ട, ഒരു 3 ഇടുന്നാൽ മതി. ഇനി വെളുത്തുള്ളി ഇച്ചിരി നന്നാക്കി എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. തൊലി കളയാൻ ഇനി കുഴപ്പമില്ല, വെള്ളത്തിലിട്ടേക്കുന്നവരുണ്ട്. വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ വേണം. മീനച്ചാറ് ആയിക്കോട്ടെ, ഇപ്പം എന്ത് അച്ചാറാണെങ്കിലും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് അച്ചാറിനും നല്ലതാണ്. വയറിന് വെളുത്തുള്ളി തിന്നുന്നത് നല്ലതാണല്ലോ. ദഹനം, വയറ് സംബന്ധമായ ഏത് അസുഖത്തിനും വെളുത്തുള്ളി നല്ലതാണ്. അപ്പം നമ്മൾ എരിവല്ലേ അച്ചാറെന്ന് പറയുന്നത്. അപ്പം എരിവൊക്കെ തിന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളിയൊക്കെ കടിച്ചു തിന്നു കഴിഞ്ഞാൽ നല്ലതാണ് അച്ചാറില്ല. ഏത് അച്ചാറിടുമ്പോൾ വെളുത്തുള്ളി കൂടുതൽ ഇടണമെന്ന് പറയണേ. ഇപ്പം തൊലി ഒളിക്കാൻ ഭയങ്കര സിമ്പിളാണ്. കണ്ട, വെള്ളത്തിലിട്ടതാണ്ട് പെട്ടെന്ന് പോരും. ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും മതി നമുക്ക് അച്ചാറിന് സാധനങ്ങൾ. വെളുത്തുള്ളി എന്തോരം വേണമെങ്കിൽ ചേർക്കട്ടെ. ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പോലെ ഇടാം അച്ചാറ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം. ഞങ്ങാട് ഇവിടെ ഇരിക്കട്ടെ ഇപ്പം തൽക്കാലം. അപ്പം എന്താണ് എല്ലാവരും വെള്ളയപ്പച്ചട്ടി വെക്കണേന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ ചട്ടിയും പോയി, എല്ലാം പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളയപ്പച്ചട്ടി അതാണ് സുഖമായിട്ട് ഈ അടി പിടിക്കാതെ നമ്മൾ ഈ ഉരുളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടി പിടിക്കും. ഇതാകുമ്പോൾ വെളിച്ചെണ്ണയും കുറവ് മതി, അടിയിലും പിടിക്കൂല. അപ്പം നമുക്ക് വെളിച്ചെണ്ണ എല്ലാം കുറവാണ്. എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഈ മാസം, കഴിഞ്ഞ മാസം ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാസമായിരുന്നു. മലക്കോയിൽ, പിന്നെ നോയമ്പെടുക്കൽ, കൊച്ചിൻ്റെ ട്രിപ്പ്, സ്കൂൾ ട്രിപ്പ്, ബാംഗ്ലൂർ, മൈസൂർ എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നാണ്. അപ്പം അങ്ങനെ
കുറേ വാടക, വണ്ടി, മൊബൈല്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മാസം അതെല്ലാം തീർത്ത് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ മീൻ വറുത്ത് എടുത്ത് വെക്കണം. വെളിച്ചെണ്ണ തികയോന്നൊരു ഡൗട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ മറന്നുപോയി. എന്നാകുമ്പോൾ നമുക്കധികം ഈ വെളിച്ചെണ്ണ ഇച്ചിരി ലാഭിക്കാൻ പറ്റും. അതോർത്തിട്ടാ. ഈ മീനച്ചാറൊക്കെ ഇങ്ങനെ വറുത്തെടുക്കണം. നമുക്കിപ്പോൾ പപ്പായ അച്ചാറാണെങ്കിൽ എളുപ്പ പരിപാടിയാണ്. പപ്പായ ചെറുതാക്കി കുരുന്ന് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളിയും വെച്ച് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി, മുളക് പൊടി, കായപ്പൊടി ഇട്ട് ഇളക്കി പപ്പായയും ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചോർക്കയും ഒഴിച്ച് കഴിഞ്ഞാൽ പപ്പായ അച്ചാർ എളുപ്പമാണ്. പക്ഷെ അതേപോലെ അല്ല, മീൻ, ഇറച്ചി അങ്ങനെയുള്ള അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ വറുത്തിട്ട് വേണം ഇടാൻ. ഞാൻ തീ കൂടുതലായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ ചാള ദേ വറുത്ത് വെച്ചേക്കുന്നു. ലാസ്റ്റത്തെ ദേ കോരിയെടുക്കാൻ പോകുന്നു. ഉണ്ടോ? ഇങ്ങനെ ഇനിയിപ്പോൾ കൊച്ചാണ് വീഡിയോ. ക്യാമറമാൻ നമ്മുടെ അനാലികയാണ്. ക്യാമറമാൻ അനാലികയോടൊപ്പം അനാലിക. അതേതോ പന്നി കണ്ടു. എൻ്റെ കുറച്ച് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങാട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുമോ? എണ്ണ ഒഴിക്കും, അരിച്ചിട്ട് ഒഴിക്കണം. ചട്ടി ഒന്ന് ചൂടായിട്ട് ഈ എണ്ണ അരിച്ചൊഴിക്കണം. എന്താന്ന് പറയുമ്പോ വേണ്ട, ഈ അരിപ്പണി നമുക്ക് ആ വെളിച്ചെണ്ണ കുറച്ചുള്ളത് അത് അരിച്ചു ഒഴിച്ചിട്ടാ. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കണം. ഇനി അരിക്കാനുണ്ടോ? ഇനിയില്ല, ഇനിയിപ്പോൾ അരിക്കണ്ട. വെളിച്ചെണ്ണ കുറച്ചുള്ളൂ. ഇങ്ങനെ നമ്മൾ അതേതോ തോന്നുന്നു. നമുക്ക് ചാള ഇങ്ങനെ കുരുന്ന് അരിഞ്ഞ് ഇങ്ങനെ വറുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തിന്നാനും തോന്നും. ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ചൂടാറിനാക്കുള്ളത് കേട്ടോ. കൊച്ചിന്റെ വായിലേക്ക് വെച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട്. കുഞ്ഞാട്ടിന്റെ അരിയുമ്പോഴാ പെണ്ണും തിന്നാൻ തോന്നാം. ഒരു ഇത്തിരി കടുക്. അമ്മ മസാല മാറ്റിയോ? മസാല മാറ്റിയോ ചാള വറുത്തപ്പോ? മസാല അമ്മ വേറെ ഏതെങ്കിലും മസാല ഇട്ടോന്ന്? ഇല്ലല്ല. എന്തോ ടേസ്റ്റ് കൂടുതൽ. ടേസ്റ്റ് കൂടുതലാ? എനിക്ക് കുഞ്ഞു ചാള ഇഷ്ടായി. ടേസ്റ്റ് കൂടും. അമ്മ കടുക് ഇടാ. മുന്നിൽ നിൽക്ക്. കടുക് പൊട്ടിച്ചിട്ട് അമ്മ കുഴപ്പമില്ല. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഓടും വെച്ച് അതേപോലത്തെ കൊച്ചാണ്. പുറകേലിരിക്കാൻ ഇപ്പല്ല. ഇനി നമ്മതേ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഞാൻ പറഞ്ഞാണ്. അമ്മ വെള്ളം പോലൊന്നും ഒഴിക്കല്ലേ. ഇനി തീ കൂട്ടി വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വാടണം. ഒന്ന് ഇത് കാണിച്ചു കൊടുത്ത മോനെ.
നല്ലോണം അങ്ങോട്ട് വാടട്ടെ. അപ്പോഴേക്കും നമുക്ക് അച്ചാർ പൊടി കായപ്പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. അച്ചാർ പൊടി ഇടാറായിട്ടില്ല. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോയി നല്ലോണം പച്ചമണം പോയി ചോമ്പാവോ? പച്ചമണം പോകുന്ന ചുമപ്പല്ല ആവണേ, ആ സ്മെല്ല് മണമെന്ന് പറഞ്ഞാൽ അത് ചുമപ്പ കളറല്ല ഞാൻ പറഞ്ഞത്. അല്ലേ ചുരുങ്ങി വന്നണ്ട വെളുത്തുള്ളിയൊക്കെ അതേപോലെ ചുരുങ്ങി വന്ന ചുമ്മാ എയർ വെച്ച് കാറ്റ് കഴിച്ച് വീടാക്കും. വേണോ? മീനിലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണോ? ആ അതെ ഇവിടെ ചാള വറുത്ത് വെച്ചത് ഓരോന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ക്യാമറ ആയിട്ട് പിടിക്കാൻ പറ്റൂല. വിഷ്ണു നീ തന്നെ വന്നാളിയടാ, ഇവിടെ ഒന്ന് ഓടിച്ചേ. പറ്റൂല, വറുത്ത് വെച്ചതായിരുന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഞാൻ ഓർത്ത് ഇപ്പൊ തിന്നൂലെന്ന് വിചാരിച്ചു. ഇഷ്ടാവോ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ചാലല്ലേ, നോൺ വെജ് അല്ലേ, നമുക്ക് ரொம்ப അരപ്പ് എന്തുട്ടാ ചേർത്തേന്ന് വറുക്കാൻ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുഞ്ഞിച്ചാള അങ്ങനെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെളുത്തുള്ളി കണ്ടാ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് മസാല ഇടാൻ പോകുന്നു ഗൈസ്. അച്ചാർ പൊടി ഗൈസ്. അത് നല്ല ചുമച്ചമാന്നിരിക്കുന്നു. അല്ല ചുമച്ചമല്ലോ, ഓറഞ്ചാണ്. അത് ഓറഞ്ചാണ്, മാറിപ്പോയാ. ഇത് ഓറഞ്ചാ? അല്ല മുളക് പൊടി ഇട്ടാ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടണോട്ടോ. ഇത് ഇച്ചിരല്ലോ, ഇത് കുറയണല്ലോ. എരിവ് വേണം, നല്ല എരിവ് വേണം. പല്ലരെ ഇരിഞ്ഞ് പൊങ്ങിക്കോളും. കായപ്പൊടി അല്ല മതി പൊട്ടി. കായപ്പൊടി എന്ന് പറഞ്ഞാൽ കായെന്ന് ഉണ്ടാക്കിയതാ, പച്ചക്കായും. അപ്പൊ ചേർക്കണേ അതിൽ ചേർത്തപ്പോ നല്ല ചുമ കളർ. ഇതിനകത്ത് നമ്മ വറുത്തേൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിനകത്ത് ഉപ്പ് വേണം. അപ്പൊ നമ്മ കുറച്ച് ഉപ്പിടും. ഇനി ആവശ്യം നോക്കിയിട്ട് ഉപ്പിടാം. ഇവിടെ ഒരാൾ പട്ടി മണം പിടിക്കുന്ന പോലെ മണം പിടിക്കണ്ട കേട്ടോ. ഇനി എന്താ ചെയ്യണേ, മൂത്ത് വരുമ്പോ നമ്മുടെ വിനാഗിരി, പണ്ട് ചൊർക്കാന്ന് പറയും, ഇപ്പൊ ചൊർക്കൊക്കെ കിട്ടാനേ ഇല്ല. അപ്പൊ ഇതാണ് കിട്ടുന്നത് വിനാഗിരി. വിനാഗിരി അപ്പൊ കൊറേ വേണം. വിനാഗിരി ഒഴിച്ച് ഞാനൊന്ന് കൈ വെച്ച ഇപ്പൊ നമ്മ ഇത്ര ഒഴിക്കണുണ്ട്, നോക്കിയിട്ട് വേണം വിനാഗിരി ഇനി ഒഴിക്കാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് വേണം? ഒന്ന് ചൂടാവണം, വിനാഗിരി ഒന്ന് ചൂടാവണം. ഇളക്കണം ഇങ്ങനെ, ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോ പറ. ജസ്റ്റ് ഒന്ന് വിനാഗിരി ഒന്ന് ചൂടാവുമ്പോ നമുക്ക് ചാള വറുത്ത് തട്ടാം. ആരെ തട്ടാം? ജസ്റ്റ് ഒന്ന് ചൂടായിരിക്കുന്നു. കുഴവില്ലാന്നിരിക്കുന്നു. എന്റെ ചാള വറുത്തെല്ലാം പോയി തട്ടാം. അത് ഒക്കെ അല്ല എനിക്ക് പഠിക്കാം. നമ്മുടെ ചാള വറുത്ത് ഇതുപോലെ ചുമന്നിരിക്കുന്നു. നമുക്ക് മീനച്ചാറ് അങ്ങനെയുള്ളതിലൊക്കെ ഇങ്ങനെ ചാറ് വേണം, എന്നാലാണ് കാരണം പെട്ടെന്ന് തീരും. ഇത് ഒറ്റ ദിവസം പോലും ഉണ്ടാവില്ല. ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അപ്പൊ ഇതിപ്പോ മീനുമ്മ പിടിക്കാനായിട്ട് അതിങ്ങനെ മുങ്ങിക്കിടക്കണം. അല്ലെങ്കിൽ അച്ഛമ്മ പിടിച്ച് മുക്കും. ഈ ചൊറുക്കൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴേക്കും അത് ചൊറുക്ക പറ്റി. ചൊറുക്ക എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഏത് സാധനത്തിലിട്ടാലും വലിച്ചെടുക്കും. ഇപ്പം ഏത് അച്ചാറിട്ടാലും ചൊറുക്ക വലിച്ചങ്ങോട്ട് എടുക്കും, കുടിക്കും. ഇപ്പൊ നമ്മൾ ഒഴിച്ച അത്രയൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ.
അങ്ങനെ നമ്മുടെ അച്ചാർ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. അച്ചാറിട്ട് ഫിനിഷായി. ലാസ്റ്റ് ഇതേ എന്താ നല്ല തിക്കായിട്ട് എന്താ ഇതേപോലെ തിക്കിൽ കിട്ടണം. എന്നാലാണ് ഇനി കുറച്ചും കൂടി ഇരിക്കും തോറും അത് ഇച്ചിരി ഫിറ്റായിക്കൊണ്ടിരിക്കും. ചാളയമക്ക നല്ലോണം പിടിച്ച് മീനൊക്കെ ഈ പുളിയും ചൊറുക്കടിലും എന്താ അങ്ങനെ നമ്മുടെ അച്ചാറ് ഓക്കെ ആയി. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. എന്നിട്ട് അഭിപ്രായം ചോദിക്കാം. വാ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത്. സെറ്റാക്കി അടുത്ത അയ്യോ തറയുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ദേ നമ്മുടെ അനാലിക പ്രിയ അനാലിക അതേ വന്നിരിക്കും. ചൂട് സാധനം ഉണ്ടാക്കി. ആ ചൂട് സാധനം എന്നാ വിശാല് അത് പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പറ്റയില്ല. അടിപൊളിയാന്ന് പറയുന്നു അല്ലേ? കൊള്ളൂല്ലെങ്കിൽ വീഡിയോയിൽ അടിപൊളിയാന്ന് പറയണം. പിടിക്കാനേ ഉള്ളൂ. ആരെ പിടിക്കാനെന്നാ പിടിച്ചേ? അത് ചൊറുക്ക പെട്ടെന്ന് പിടിക്കൂല. എടി ഇത് മീൻ പിടിച്ചോണ്ട് അവര് വന്ന് വല വീശി പിടിച്ച് കൊണ്ടുവന്നതാ. ഇത് മീനുമ ചൊറുക്ക പിടിക്കാൻ അവിടെ ഒരു തല കണ്ടേ. അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഈ ചാളച്ചാറ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അഭിപ്രായവും മോശമാണെങ്കിലും കമന്റ് ചെയ്യുക. ബൈ.